ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ആവറേജ് ഓഫ് എ റാൻഡം പ്രോസസ് ആണ്. സോ ഡെഫിനിഷൻ നോക്കൂ. ഇഫ് എക്സ് ഓഫ് ടി ഇസ് എ റാൻഡം പ്രോസസ് ദെൻ എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി ഡി ടി ഈസ് കോൾഡ് ടൈം ആവറേജ് ഓഫ് എക്സ് ഓഫ് ടി ഓവർ ഓപ്പൺ ഇന്റർവൽ മൈനസ് ടി കോമ ടി. എന്താണ് അപ്പോൾ ടൈം ആവറേജ്? നമ്മൾ ടൈം ആവറേജിനെ എക്സ് ടി ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി ഈ ടൈം ആവറേജിന്റെ എക്സ്പെക്ടേഷനും വേരിയൻസും കണ്ടെത്താൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി തന്നെയാണ്. ഇനി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ എന്താണ്? അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1/t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി 1 മൈനസ് മോഡ് ടോ ബൈ ടി സി എക്സ് എക്സ് ഓഫ് ടോ ഡി ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം ആവറേജ് എന്താണെന്നും അതിന്റെ എക്സ്പെക്ടേഷനും വേരിയൻസും കണ്ടെത്താനുള്ള ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ടൈം ആവറേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്, അതുപോലെ ചില റാൻഡം പ്രോസസ്സുകൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് നമ്മൾ ഡെഫിനിഷൻസ് ആയിരിക്കും പഠിക്കുക. ഈ ഡെഫിനിഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യും. സോ ഫസ്റ്റ് ഡെഫിനിഷൻ, എർഗോഡിസിറ്റി. A random process x of t is said to be ergodic if its ensemble averages are equal to appropriate time averages. എന്താ ഇവിടെ പറയുന്നത്? ഒരു റാൻഡം പ്രോസസ്സ് എർഗോഡിക് ആണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ എൻസെമ്പിൾ ആവറേജ് എന്തിന് ഈക്വൽ ആയിരിക്കണം? അപ്രോപ്രിയേറ്റ് ടൈം ആവറേജിന് ഈക്വൽ ആയിരിക്കണം. അതായത് എക്സ് ടി ബാർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആയിരിക്കണം. എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടിന് നമ്മൾ പറയുന്ന പേരാണ് എൻസെമ്പിൾ ആവറേജ്. ഓക്കെ, അപ്പൊ എർഗോഡിസിറ്റി എന്താണെന്ന് ക്ലിയർ ആണല്ലോ. അടുത്ത ഡെഫിനിഷൻ ആണ് മീൻ എർഗോഡിക് പ്രോസസ്. ഇഫ് എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഹാസ് എ കോൺസ്റ്റന്റ് മീൻ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി is equal to mu and limit t tends to infinity x t bar is equal to mu, then x of t is mean ergodic process. എന്താണ് ഇവിടെ പറയുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റും ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി, അതായത് മ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഓഫ് ടിയെ, നമ്മുടെ റാൻഡം പ്രോസസ്സിനെ മീൻ എർഗോഡിക് പ്രോസസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, മീൻ എർഗോഡിക് പ്രോസസ് എന്ന് വിളിക്കാം. ക്ലിയർ? ഈ മീൻ എർഗോഡിക് പ്രോസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ് മീൻ എർഗോഡിക് തിയറം. എന്താ മീൻ എർഗോഡിക് തിയറം പറയുന്നത് നോക്കൂ. ഇഫ് എക്സ് ഓഫ് ടി is a random process with a constant mean mu and if x t bar is equal to 1/2t integral minus t to t x of t dt, then x of t is mean ergodic provided limit t tends to infinity variance of x t bar is equal to 0. എന്താ മീൻ എർഗോഡിസിറ്റി? ഇവിടെ എന്താ പറയുന്നത്? എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി ഒരു കോൺസ്റ്റന്റ് മ്യൂവും ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് എക്സ് ടി ബാർ ഇസിക്കൽ സീറോയും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു മീൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റും. ഈ തിയറം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേരിയൻസ് എക്സ് ടി ബാർ കണ്ടെത്താൻ അറിയാം, അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് എക്സ് ടി ബാർ ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണെന്ന് പറയാം. സപ്പോസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഈക്വൽ ടു 0 അല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് അല്ല എന്ന് പറയാം. മീൻ എർഗോഡിക് തിയറത്തിന്റെ പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്. സോ മീൻ എർഗോഡിക് തിയറത്തിന്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി is equal to mu, ഒരു കോൺസ്റ്റന്റും ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ എന്ന് പറയുന്നത് 0യും ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഓഫ് ടി ഈസ് മീൻ എർഗോഡിക് പ്രോസസ്. ഓക്കെ, എക്സ് ഓഫ് ടി എന്താണെന്ന് പ്രൂവ് ചെയ്യണം? മീൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പ്രൂവ് ചെയ്യുക? നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി, ദാറ്റ് മീൻസ് മ്യൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് എന്ത് വേണമെന്നറിയോ? നമ്മുടെ പ്രോബബിലിറ്റിയിലെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഫേമസ് ഇനിക്വാലിറ്റി ഉണ്ട്, ഷെബിഷ്യസ് ഇനിക്വാലിറ്റി. ഓക്കെ, ഷെബിഷ്യസ് ഇനിക്വാലിറ്റി. എന്താണ് ഷെബിഷ്യസ് ഇനിക്വാലിറ്റി എന്നറിയോ? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വേരിയൻസ് ഓഫ് എക്സ് ബൈ എപ്സിലോൺ സ്ക്വയർ. ഇതാണ്
ചെബിഷസ് ഇനിക്വാലിറ്റി. നമുക്ക് ഈ എക്സിന്റെ പൊസിഷനിൽ ടൈം ആവറേജ് എക്സ് ടി ബാർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ടി ബാർ മൈനസ് expectation of xt bar less than or equal to epsilon greater than or equal to 1 minus variance of xt bar by epsilon square. ഇങ്ങനെ വരും. ഇനി നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണെന്ന് നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ അവിടെ റീപ്ലേസ് ചെയ്യാം. എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ടി ബാർ മൈനസ് മ്യൂ less than or equal to epsilon greater than or equal to 1 minus variance of xt bar by epsilon square. ഇനി നമുക്ക് ഈ ഇനിക്വാലിറ്റിന്റെ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xt bar മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് t tends to infinity 1 minus variance of xt bar by epsilon square. ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്കറിയാം കോൺസ്റ്റന്റിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. വേരിയബിളിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ വാല്യൂയിൽ മാറ്റം വരിക അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ടി ബാർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. അപ്പൊ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ മൈനസ് മ്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലിമിറ്റ് കൊടുത്താലും മ്യൂ തന്നെയാണ് ആൻസർ വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഒരു കോൺസ്റ്റന്റ് ആണ്, സോ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്ത് തന്നെയാണ്? 1 ആണ് മൈനസ് വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഒരു വേരിയബിൾ ആണ്. അപ്പൊ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഹോൾ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സ്ക്വയർ ലിമിറ്റ് കൊടുത്താൽ എപ്സിലോൺ സ്ക്വയറിനെ വരിക കോൺസ്റ്റന്റ് ആയത് കാരണം. അപ്പൊ ഇങ്ങനെ വരും. ഇനി നമുക്കറിയാം നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 0 വരും. ഫോർ 0 ബൈ എപ്സിലോൺ സ്ക്വയർ എന്തായിരിക്കും? 0 ആയി മാറും അല്ലെ. അപ്പൊ ബാക്കി എന്തേ ഉള്ളൂ? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ലിമിറ്റ് t tends to infinity xt bar minus mu less than or equal to epsilon greater than or equal to 1 കാരണം ഈ ഭാഗം 0 ആയി പോയി. ഓക്കെ, അപ്പൊ greater than or equal to 1 കിട്ടി. സോ നമുക്കറിയാം പ്രോബബിലിറ്റിന്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും അല്ലെ. പ്രോബബിലിറ്റിന്റെ വാല്യൂ ഒരിക്കലും 1നേക്കാൾ കൂടുതലാവില്ല. ഇവിടെ നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ലിമിറ്റ് t tends to infinity xt bar minus mu ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാ പറഞ്ഞത്. അപ്പൊ ഗ്രേറ്റർ ദാൻ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു ആവാൻ മാത്രമേ അവിടെ പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി xt bar മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് തീർച്ചയായും സംഭവിക്കും എന്നാണ് മീനിങ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി xt bar ഇസ് ഈക്വൽ ടു മ്യൂ ആണെന്ന് പറയാം. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി xt bar ഇസ് ഈക്വൽ ടു മ്യൂ എന്നതിന്റെ മീനിങ് എന്താണ്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻ എർഗോഡിക് ആയിരിക്കും. ഇതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. സോ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആയിരിക്കും.